തൃശൂരിൽ സിറ്റി ഡാൻസാഫിന്റെ വൻ MDMA വേട്ട. 2 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേർ പിടിയിലായത്. 323 ഗ്രാം MDMAയുമായി ഗുരുവായൂർ പാവറട്ടി സ്വദേശികളായ ഷിഫാസ്, ജിഷ്ണു, വിദ്യ, ശ്രീലക്ഷ്മി എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ്. ലിഷോയ്, വലിയ MDMA വേട്ട, അതായത് 323 ഗ്രാം MDMA എന്ന് പറയുമ്പോൾ അത് വലിയ എമൗണ്ട് ആണ്, വലിയ ക്വാണ്ടിറ്റിയാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഇവർ പിടിയിലാകുന്നത്? ഇന്നലെയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി MDMA വേട്ട നടന്നത്. അതായത് ഇതിൻ്റെ തുടക്കം ആദ്യഘട്ടത്തിൽ ഈ തൃശ്ശൂർ പീച്ചിക്കടുത്തുള്ള വാണിയമ്പാറയിൽ വെച്ചാണ് ഇതിൻ്റെ ഒരു തുടക്കമുണ്ടാകുന്നത്. ഈ 4 പേരിൽ നിന്നായി അതിൽ 2 സ്ത്രീകളാണ് ഈ MDMA കടത്തിയിരുന്നത്. സ്ത്രീകൾ രഹസ്യഭാഗത്ത് 2 ഗ്രാം MDMA കടത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് സംഘം എത്തുകയും ഇവരെ പിടികൂടുകയും പിന്നീട് പരിശോധനകളിൽ ഈ MDMA കണ്ടെത്തുകയും ചെയ്തു. അതിനുശേഷം ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് 20 ഗ്രാം കൂടി കണ്ടെത്തി. കൂടാതെ 20 ഗ്രാം കൂടി കണ്ടെത്തിയതിനെ തുടർന്ന് കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം നടത്തുകയായിരുന്നു. അതിനുശേഷം ഇന്ന് പുലർച്ചെയാണ് കൂടുതൽ MDMA ഇവരുടെ പക്കൽ ഉണ്ട്, ഇവർ മറ്റൊരു ഇടത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെ തൃശ്ശൂർ ഗുരുവായൂരിനടുത്തുള്ള പഞ്ചാരമുക്കിലുള്ളൊരു അലുമിനിയം ഫാബ്രിക്കേഷൻ കടയിൽ നിന്നാണ് പിന്നീട് 300 ഗ്രാമിലധികം വരുന്ന MDMA പിടികൂടുന്നത്. ഈ സ്ഥലത്ത് നിന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് 323 ഗ്രാം MDMA പിടികൂടിയിരിക്കുന്നത്. ഈ 4 പേർക്ക് പുറമെ കൂടുതൽ പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ MDMA സീസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ തുടർ നടപടികളും ഒക്കെ തന്നെ സ്വീകരിച്ചു വരികയാണ്. എന്തായാലും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ജില്ലയിൽ MDMA ഉൾപ്പെടെയുള്ള രാസലഹരികളുടെ വേട്ട തുടരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കഞ്ചാവ് ഉൾപ്പെടെയുള്ളവയുടെ വ്യാപനമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കർശനമായ പരിശോധനയാണ് തൃശ്ശൂർ ജില്ലയിൽ ആകമാനം നടക്കുന്നത്. ശരി, ഓപ്പറേഷൻ തൂഫാൻ ആഞ്ഞടിക്കുകയാണ്, എല്ലായിടത്തേക്കും കടന്നെത്തുന്നുണ്ട്, അത് സംസ്ഥാനത്തിന് പുറത്തേക്കുമൊക്കെ നീങ്ങുന്നുണ്ട്. അപ്പോൾ പിടിയിലാവുക തന്നെ ചെയ്യും, ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓപ്പറേഷൻ തൂഫാനോട് കൈകോർക്കുകയും